കുറേ യാത്രകൾക്ക് ശേഷം ഗോവയിലെത്തി. കൊങ്കോലിൻ ബസ് സ്റ്റോപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പ്രോ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഗോവയിലെ കൊങ്കോലിൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കൊങ്കോലിൻ എന്നൊക്കെ പറയും സ്ഥലത്തിൻ്റെ പേര്. ഇവിടുന്ന് നേരെ മഡ്ഗാവ് മാർഗോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കയറിപ്പോയിട്ട് ഇന്ന് കൊളുവ ബീച്ചിലേക്കാണ് പോകുന്നത്. അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഇന്ന് നമ്മൾ കാണാൻ. ഈ കൊങ്കോളിൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം 20 രൂപയുടെ ബസ് ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ മഡ്ഗോവിലെത്തും. ഇതുപോലത്തെ ബസ്സാണ് കൂടുതൽ കാണുന്നത്, മിനി ബസ്. ഞാനിതുപോലെ ഈ ബസ്സിൽ കയറാൻ പോവുകയാണ്. ബസ്സിൽ കയറി 20 രൂപയെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ 20 കിലോമീറ്ററൊക്കെ കൊണ്ടുവിടും, കറങ്ങാൻ പറ്റും. അങ്ങനെ മഡ്ഗോവിലേക്ക് യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ ഗോവ ട്രാവലിംഗ് ടൂർ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് മാർഗോ എന്ന് പറഞ്ഞ മഡ്ഗോവി ഉണ്ടല്ലോ, റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത്. അവിടുത്തെ ഇതുണ്ടല്ലോ, എന്താ പറയുക, പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്താണ് ഞാനുള്ളത്. ഇവിടുന്ന് കുറച്ച് അപ്പുറത്തെ സൈഡിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് കൊളുവ ബീച്ചിലേക്കുള്ള ബസ് കിട്ടും. അത് കയറി പോകാമെന്നൊക്കെയാണ്. ഓക്കെ, നമുക്ക് കൊലുവ ബീച്ചിലത്തെ കാഴ്ചകളൊക്കെയാണ് ഇന്ന് കാണുന്നത്. ബസ് ചെറിയൊരു മിനി ബസ്സിലാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത്. ഞാനൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പോകുന്നത്. ട്രാവലിങ് ഈടെയെല്ലാം ഞാൻ വന്നിട്ട് പരിചയമുണ്ട്, അതുകൊണ്ടാണ് ഇതിലേക്ക് എനിക്ക് നമ്മളെ ഏകദേശം അറിയുന്നതുകൊണ്ട് ഇതിലെല്ലാം പോകാൻ പറ്റും. ഇതിൻ്റെ തൊട്ടടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ഈ റോഡ് നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ മർഗോവ മാർക്കറ്റ്. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടുന്ന് കൊലുവ ബീച്ചിലേക്കുള്ള ബസ് കിട്ടുന്നതായിരിക്കും. പാർക്കിൻ്റെ സൈഡിലെ കൂടെ ഈ മാർഗോയിലൊരു പാർക്കുണ്ട്, അതിൻ്റെ സൈഡിലെ കൂടെ നടന്നു പോകും. ചിൽഡ്രൻസ് പാർക്ക്. ഇതുപോലത്തെ ബസ്സാണ് ഇവിടെ മെയിനായിട്ട് ഓടുന്നത്. അങ്ങനെ കൊലുവ ബീച്ചിലേക്ക് പോകുന്ന ബസ് കയറിയിരിക്കുകയാണ്. കൊലുവ ബീച്ചിയുടെ അടുത്ത് തന്നെ. ഞാനിപ്പം ഇവിടുന്ന് കുറച്ച് ഈ ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞ ക്രിസ്മസ് ട്രീ ഒക്കെയാണ് കാണുന്നത്. അങ്ങനെ യാത്ര തുടരുകയാണ്. ക്രിസ്മസ് ട്രീ കണ്ടോ, അടിപൊളി.
കൊലുവ ബീച്ചിലെത്തി. മഡ്ഗാവിൽ ഏകദേശം ഒരു 9 കിലോമീറ്റർ ദൂരമുണ്ട് കൊലുവ ബീച്ചിലേക്ക്. നമുക്ക് കൊലുവ ബീച്ചിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കാം എന്തൊക്കെ. ഇതാണ് കൊലുവ ബീച്ച്. കൊലുവ ബീച്ചിലേക്ക് നമ്മളിങ്ങനെ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ചെയർ, ഇതെല്ലാം പൈസ കൊടുത്ത് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ കുറേ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റി കുറേ ഉണ്ട്. അങ്ങനെ കൊലുവ ബീച്ചിലത്തെ കാഴ്ചകളൊക്കെ. ഇവിടെ കുറേ വാട്ടർ സ്പോർട്സ് ഉള്ള സ്ഥലമാണ്. ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട്. പാരാഗ്ലൈഡിങ് ഈ പരിപാടിയൊക്കെ ഇവിടെയുണ്ട്. നല്ല എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 8 കിലോമീറ്റർ കഴിഞ്ഞു ഈ കൊലുവ ബീച്ചിലേക്ക്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എൻ്റർടൈൻമെൻറ്റ് ചെയ്യും. ഫ്ലാഗിൻ്റെ ഇപ്പുറത്തല്ലേ? वाटर एक्टिविटी। आपका नाम? मेरा नाम सागर। सागर। आपका देश इधर गोवा में? यस। हाँ हाँ, लाइफ गार्ड। हाँ, आपका नाम सागर, आप सागर में काम करता है? समुद्र में। हाँ, ओ आपका सर्फिंग बोट। हाँ, 500 मीटर 1 किलोमीटर जाते हैं। हमारी जेट्स की आती है। हाँ हाँ, ये देखते हैं। हाँ, हमारा ऊपर पे ध्यान होता है ना, कोई क्या पे चोरी मेरी होती है। हाँ किसी को क्या हुआ है। हाँ, क्या हुआ? फुल टाइम पेट्रोलिंग। हाँ, हमारी ड्यूटी 7 से 4 बजे तक है, 10 से 7 तक। हाँ, उसके बाद फिर पेट्रोलिंग आता है। हाँ, നൈറ്റ് സർഫിംഗ് ബോട്ടാണ് ഇത്. വെച്ചിട്ട് ഇവർ റെസ്ക്യൂ ചെയ്യും ആൾക്കാരെ. ഉള്ളിൽ പോയിട്ട് ഒരു ബോട്ട് വരുന്നവരെ പിടിച്ച് കയറ്റും. മീൻ പിടിക്കുന്ന ബോട്ട്. ഈ ബോട്ട് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പഴക്കമുള്ള ബോട്ടാണ്. എന്നാലും ഇതെടുത്തിട്ട് ആൾക്കാർ മീൻ പിടിക്കാൻ പോകുന്ന ഉണ്ടാവില്ലേ? വലയെല്ലാം കണ്ടില്ലേ?
കടലിൽ പോകുന്നതിന് ധൈര്യമാണ് വേണ്ടത്. ബോട്ട് എങ്ങനത്തെ ആയാലും കുഴപ്പമില്ല. ഇതെല്ലാം കുറേ പഴക്കമില്ല ബോട്ടല്ല. ഇതിലെല്ലാം ആൾക്കാർ മീൻ പിടിക്കാൻ പോലുണ്ട്. ഉണ്ടോ? എന്താ രസം നോക്കി. കുറേ മത്സ്യബന്ധന ബോട്ടും അതും ഇതെല്ലായിട്ട് നല്ല രസമുണ്ട്. ഇപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടാ വെയിലിന്. ഏകദേശം ഒരു ഈവനിങ് ഒക്കെ വരുന്നതാണ് ഏറ്റവും നല്ലത്. ഗോവ എന്ന് പറഞ്ഞിട്ടൊരു ബോട്ടാണ് ഈ കാണുന്നത്. നല്ല അടിപൊളി. എൻ്റെ ബാക്കിൽ കുറേ ബോട്ടുണ്ട്. ഗോവ. Kolwa Beach.